നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ബേളൂരിലെ ഭക്ഷ്യവിഷബാധ, ആശുപത്രിയിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കുന്നു. കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. കരുത്തുവിളിച്ചോതി തൊഴിലാളി റാലി. ക്ഷേത്ര കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് മുസ്ലിം യുവജന സംഘടനയുടെ വരവേൽപ്പ്. കെട്ടുംകൽ അലാമ നഗറിൽ തെളിഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെ മനോഹര ചിത്രം. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങി സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ബേളൂരിലുണ്ടായ ഭക്ഷ്യവിഷബാധ, ആശുപത്രിയിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്ഷണം കഴിച്ച 200ഓളം പേർക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി അസ്വസ്ഥത അനുഭവപ്പെട്ടത്. മലയോരത്ത് ഛർദിയെ തുടർന്ന് നിരവധി പേർ ആശുപത്രിയിൽ. കോടോംബേളൂർ, കള്ളാർ, ബളാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. പനത്തടി CHCയിൽ മാത്രം ചികിത്സ തേടിയെത്തിയത് 250ലധികം ആളുകൾ. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഉത്സവ സ്ഥലത്ത് വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെ ശീതളപാനീയങ്ങൾ, മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിലൂടെയാകാം ഭക്ഷ്യവിഷബാധയേറ്റതെന്ന പ്രാഥമിക നിഗമനം. ഇവിടെ ഉപയോഗിച്ച വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. റോട്ടോ വൈറസ് ഛർദി പടരാൻ കാരണമെന്ന് കരുതുന്നു. വൈറസ് മൂലമായതിനാൽ ഇവിടെ നിന്നും ഭക്ഷണം, വെള്ളം എന്നിവ കഴിക്കാത്തവർക്കും അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. വിവിധ ആശുപത്രികളിലായി 350 പേരാണ് ചികിത്സ തേടിയെത്തിയിട്ടുള്ളത്. മാരകമായ സ്ഥിതിവിശേഷം നിലവിലില്ലെന്നും ആവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കണമെന്നും അറിയിച്ചു. ഛർദി പടർന്നു പിടിച്ച പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ ക്ലോറിനേഷൻ, ORS വിതരണം എന്നിവ നൽകുന്നുണ്ട്. സ്ഥിതി വിലയിരുത്താൻ വെള്ളരിക്കുണ്ട് തഹസിൽദാർ PK ശോഭയുടെ നേതൃത്വത്തിൽ പനത്തടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ യോഗം ചേർന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ R ഗോപിനാഥ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ വിമൽ രാജ്, ഡോക്ടർ C സുഗു, ആരോഗ്യ പ്രവർത്തകർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി കാസർഗോഡ് നടന്ന CWSA സംസ്ഥാന സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. വൈകിട്ട് കാസർഗോഡ് നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാസർഗോഡ് നടന്നു വന്ന CWSA 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. സമാപന സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി നിങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടുന്ന പരിഗണന പോലും നിങ്ങളെപ്പോലെയുള്ള മേസ്ത്രിമാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ പിറന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സിന് ഒരു അന്യ സംസ്ഥാനത്തെ തൊഴിലാളിക്ക് കിട്ടുന്ന പരിഗണന പോലും കിട്ടാതെ വരുന്നത് തീർച്ചയായും അത് വളരെ ആലോചിക്കേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. K കുഞ്ഞിരാമൻ MLA, E ചന്ദ്രശേഖരൻ MLA, PB അബ്ദുറസാഖ് MLA, നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC കമറുദ്ദീൻ, DCC പ്രസിഡന്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, PC രാജേന്ദ്രൻ, KN ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. സംഘടനയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു റാലി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000കണക്കിന് തൊഴിലാളികളാണ് സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത്.
തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ജാഗ്രത വേണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ചെർക്കള കുഞ്ചിർക്കാന ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചെർക്കള ശ്രീ കുഞ്ചിർക്കാനം ദുർഗാപരമേശ്വരി ക്ഷേത്രോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കഴിഞ്ഞ ദിവസമാണ് ഉത്സവം ആരംഭിച്ചത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മുത്തുക്കുട, വാദ്യമേളങ്ങൾ എന്നിവ കലവറ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. കോലാച്ചിയടുക്കത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക ധാർമ്മിക പരിപാടികൾ നടക്കും. 22-ന് ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതങ്ങളുടെ പേരിൽ മനുഷ്യർ പോരടിക്കുന്ന കാലത്ത് കെട്ടുംകൽ അലാമ നഗറിൽ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ച. ശ്രീ കുഞ്ചിർക്കാന ക്ഷേത്രോത്സവ കലവറ ഘോഷയാത്രയെ വരവേൽക്കുവാനെത്തിയത് ഷംസുൽ ഹുദ യുവജന സംഘം പ്രവർത്തകർ. മതത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം കടിച്ചു കീറുന്ന വർത്തമാനകാലത്ത് സൗഹാർദ്ദത്തിന്റെ പുതിയ പാഠം പകർന്നുകൊണ്ടാണ് ഷംസുൽ ഹുദ യുവജന സംഘം എത്തിയത്. മതത്തിന്റെ നിറം നോക്കി മനുഷ്യത്വത്തിന് വിലയിടുമ്പോൾ എല്ലാ മതവും നന്മയാണ് പഠിപ്പിക്കുന്നതെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കെട്ടുങ്കൽ അല്ലാമ നഗർ കുഞ്ചിരിക്കാന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ സ്നേഹത്തിൽ പൊതിഞ്ഞ മധുരം നൽകി അവർ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. മനസ്സും വയറും നിറച്ച് ഹൈന്ദവ വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ സ്നേഹത്തോടെ യുവജന സംഘടനകളും അവരോടൊപ്പം നീങ്ങി. ക്ഷേത്ര ഭാരവാഹികളുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് അവർ തിരിച്ചു വന്നത്. സ്വീകരണ പരിപാടിക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ CMK മുനീർ, മുഹമ്മദ് മല്ലം, അബ്ദുള്ള AI, ജവാദ്, K ഷാഫി, MK ഷാഫി, കബീർ, നിസാം, സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങി ഉത്തര മലബാർ തീയ സമുദായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാമമാത്രമായ തുകയാണ് ക്ഷേത്രസ്ഥാനികർക്ക് വേതനമായി ലഭിക്കുന്നതെങ്കിലും കഴിഞ്ഞ 8 മാസമായി വേതനം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മലബാറിലെ ക്ഷേത്രസ്ഥാനികർക്കും കോലധാരികൾക്കും 800 രൂപയാണ് വേതനമായി ലഭിക്കുന്നത്. വേതനം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മാർച്ച് 5-ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കോഴിക്കോട് കമ്മീഷണറുടെ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തും. സമരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ മുഴുവൻ ആചാരസ്ഥാനികന്മാരും, ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഒരു 10ഓളം വരുന്ന സമുദായ ആചാരസ്ഥാനികന്മാരും അതുപോലെ തന്നെ കോലധാരികൾക്കുമില്ല മലബാർ ദേവസ്വം ബോർഡ് നൽകിക്കൊണ്ടുവരുന്ന പ്രതിമാസ വേതനം അത് മുടങ്ങിയിട്ട് 8 മാസത്തോളമായി. ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ സമീപിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഇത് മലബാറിൻ്റെ മാത്രം ഒരു സംഭവമായതുകൊണ്ട് ആരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നിലപാട് ഇതുവരെ കാണുന്നില്ല. അതുകൊണ്ട് മാർച്ച് മാസം 2015 മാർച്ച് മാസം 5-ാം തീയതി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ നമ്മുടെ ആചാരസ്ഥാനികന്മാർ ഒരു ദിവസത്തെ ധർണ സമരം ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ രാജൻ പെരിയ, നാരായണൻ കൊളത്തൂർ, MV നാരായണൻ, P രാമൻ മാസ്റ്റർ, ഗംഗാധരൻ നാലിട്ടുകാരൻ, രവീന്ദ്രൻ വെളിച്ചപ്പാടൻ, നാരായണൻ വെളിച്ചപ്പാടൻ, കണ്ണൻ കുഞ്ഞി, കിനാവൂർ കുഞ്ഞിരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കിൻ്റെ സാംസ്കാരിക ഭൂമികയ്ക്ക് എഴുത്തിലൂടെ പുതിയ മുഖം പകർന്ന പ്രമുഖ എഴുത്തുകാരനും വിവർത്തകനുമായിരുന്ന C രാഘവൻ മാഷിൻ്റെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ മലയാളം കന്നഡ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരനും വിവർത്തകനുമായിരുന്ന C രാഘവന്റെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു.
കാസർഗോഡ് സാഹിത്യവേദിയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മലയാളം കന്നഡ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ KP അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കാസർഗോഡുകാരായിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നുള്ള അല്ലെങ്കിൽ അവരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് എന്നൊരു തോന്നലാണ് ഞാൻ ഇങ്ങനൊരു കാസർഗോഡ് സാഹിത്യവേദിയുടെ ഈ ഒരു രാഘവമാഷ് അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടത്താനായിട്ട്. സാഹിത്യവേദി പ്രസിഡന്റ് റഹ്മാൻ താലങ്ങാടി അധ്യക്ഷത വഹിച്ചു. നാരായണൻ പേരിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ രത്നാകര മല്ലമൂല വിവർത്തന സാഹിത്യത്തിലും ഡോക്ടർ സുഷമകുമാരി ഫോക്ലോർ പഠനത്തെക്കുറിച്ചും KV കുമാരൻ മാതൃകാ അധ്യാപകൻ എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. പ്രൊഫസർ സുജാത, VV പ്രഭാകരൻ, PK രാജേഷ്, R ഗിരിധർ, വിനോദ് കുമാർ പെരുമ്പള, അഷ്റഫ് അലി ചേരങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് കൃഷി വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനും അപ്പുറത്ത് ഈ കൃഷി എന്ന് പറയുന്നതും കാർഷികം എന്ന് പറയുന്നതുമായ ഈ സംഭവം അത് സംസ്കാരവും അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പഴയ കാലത്തുള്ള കൃഷിയും പഴയ കാലത്തുള്ള കലാരൂപങ്ങൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കവിതകൾ, നാടകങ്ങൾ ഇതൊക്കെ തന്നെയും കാർഷിക, അതേപോലെ തന്നെ നമ്മളെ വിശേഷപ്പെട്ട ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, നമ്മൾ ഓണവും വിഷുവും ഒക്കെ തന്നെയും കാർഷിക വിളവെടുപ്പും കാർഷികമായിട്ടുള്ള വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബാങ്ക് പ്രസിഡന്റ് SJ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. P വിജയൻ, P ദാമോദരൻ, AV ലീല തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കാർക്ക് ആവശ്യമായ പച്ചക്കറി വിത്തും വിതരണം ചെയ്തു. സമന്വയ കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ഭാരത് ഉത്സവ് 2015 ശനിയാഴ്ച നടക്കും. ഉപ്പളയിൽ നടക്കുന്ന അഖിലേന്ത്യാ കലോത്സവം ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി ശ്രീ വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമന്വയ കാസർഗോഡ് ഒരുക്കുന്ന 4ാമത് അഖിലേന്ത്യാ കലോത്സവമായ ഭാരത് ഉത്സവ് 2015 ശനിയാഴ്ച നടക്കും. ഉപ്പള മാരിക്കെ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർ സംബന്ധിക്കും. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി വിവിക്താനന്ദ സരസ്വതി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന ആദരിക്കൽ ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. S ദേവപ്പ, A ദാമോദരൻ, അഡ്വക്കേറ്റ് KM ഹസൈനാർ, ദിലീപ് കുമാർ പേർല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മധൂർ ശിരിഭാഗിലു പുളിക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശോത്സവം 22 മുതൽ മാർച്ച് 3 വരെ നടക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിരിഭാഗിലു പുളിക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശോത്സവം ഈ മാസം 22 മുതൽ മാർച്ച് 3 വരെ നടക്കും. 2 കോടി രൂപ ചെലവിലാണ് ക്ഷേത്രം നവീകരിച്ചിരിക്കുന്നത്. 22 രാവിലെ നടക്കുന്ന കലവറ നടിക്കൽ ചടങ്ങോടെ മഹോത്സവത്തിന് തുടക്കം കുറിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ, ധാർമ്മിക സഭകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഭജന തുടങ്ങിയവ നടക്കും. 27 ഉച്ചയ്ക്ക് ശ്രീ മഹാദേവന്റെ ലിംഗപ്രതിഷ്ഠയും പീഠപ്രതിഷ്ഠയും നടക്കും. കൂടാതെ ഗണപതി, ശാസ്ത, രക്തേശ്വരി, നാഗം എന്നീ ഉപദേവന്മാരുടെയും പ്രതിഷ്ഠ നടക്കും. സമാപന ദിവസമായ 3-ാം തീയതി രാവിലെ രക്തേശ്വരി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 3 വരെ ഇവിടെ ബ്രഹ്മകലശോത്സവവും നടക്കുന്നുണ്ട്. ഈ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും അന്നദാന പരിപാടികളുണ്ട്. അതേപോലെ സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും നടന്നു വരുന്നുണ്ട്. 3 ദിവസം ആധ്യാത്മിക സഭയും കൂടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. M വിശ്വനാഥ റൈ, മോഹൻകുമാർ ഷെട്ടി, K രാധാകൃഷ്ണൻ, A ശ്രീനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഉദുമ മുക്കുന്നോത്തുകാവ് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ, അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും ആറാട്ട് മഹോത്സവവും ഈ മാസം 22 മുതൽ മാർച്ച് 4 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉദുമ മുക്കുന്നോത്തുകാവ് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും ആറാട്ട് മഹോത്സവവും ഈ മാസം 22 മുതൽ മാർച്ച് 4 വരെ വിവിധ താന്ത്രിക ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ബ്രഹ്മശ്രീ അരവത്ത് KU ദാമോദരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. മഹോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര ഉണ്ടാകും. 22 രാവിലെ 7 പ്രദേശത്തുകാരുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് ക്ഷേത്രത്തിലെ ഭക്തിഗാനങ്ങളുടെ CD പ്രകാശനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ധാർമ്മിക സഭകൾ എന്നിവ നടക്കും. 25 വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 27 ഉച്ചയ്ക്ക് ദേവപ്രതിഷ്ഠാ കർമ്മവും പരിവാര പ്രതിഷ്ഠാ കലശവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരിങ്കൽ ശില്പ ഭംഗിയോടുകൂടിയുള്ള ഒരു ക്ഷേത്രം ശ്രീകോവിൽ നിർമ്മിക്കാനുള്ള അമ്മയുടെ ഒരാഗ്രഹം ഇതാണ്. ആ നാട്ടിലെ 7 പ്രാദേശിക സമിതിയുടെ കൂട്ടായ്മയോടുകൂടി തന്നെ ഞങ്ങൾ അത് നിർമ്മിക്കാൻ സാധിച്ചു. വളരെ വിചിത്രമായിട്ട് തന്നെ ഒരു ശ്രീകോവിലിൻ്റെ നല്ലൊരു ഭംഗിയോടുകൂടി തന്നെ നമുക്കത് നിർമ്മിക്കാൻ സാധിച്ചതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം ഈ വരുന്ന ഫെബ്രുവരി 22 മുതൽ മാർച്ച് 4 വരെയാണ് അത് തുടങ്ങുന്നത്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞിരാമൻ നായർ, ഹരിഹരസുധൻ, B രത്നാകരൻ, രാഘവൻ നായർ, KK കൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മഞ്ചേശ്വരം പൊയ്യത്തുബയൽ സയ്യിദത്ത് മണവാട്ടി ബീവി മഖാം ഉറൂസിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഉറൂസ് മാർച്ച് 7 വരെ നീണ്ടു നിൽക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഉറൂസിനായി നടത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം മഖാം സിയാറത്ത് നടക്കും. അത്താവുള്ള തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും. M അലിക്കുഞ്ഞി മുസ്ലിയാർ മഖാം സിയാറത്തിന് നേതൃത്വം നൽകും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും പ്രമുഖ മതപണ്ഡിതന്മാരുടെ മതപ്രഭാഷണങ്ങൾ നടക്കും. KS ആറ്റക്കോയ തങ്ങൾ മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 7-ാം തീയതി മഗ്രീബ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥനാ മജ്ലിസ് നടക്കും. ഉള്ളാൾ കാസി ഫസൽ കോയമ്മ തങ്ങൾ ഖുറ നേതൃത്വം നൽകും. സമാപന സമ്മേളനം ഇബ്രാഹിം ഖലീൽ ഉദ്ഘാടനം ചെയ്യും. 20-ാം തീയതി വെള്ളിയാഴ്ച ആരംഭം കുറിച്ചാൽ മാർച്ച് 7-ാം തീയതി വരെ മതപ്രഭാഷണവും മറ്റു പരിപാടികളും നടത്തപ്പെടുന്നു. ജനസേവനപരമായ പരിപാടികളും നടത്തപ്പെടുന്നുണ്ട്. അതോടുകൂടി അതിൻ്റെ ഉറൂസ് ഇൻഷാ അല്ലാഹ് മാർച്ച് 8-ാം തീയതി പകൽ നടത്തപ്പെടുന്നതായിരിക്കും. മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹാജി PK കുഞ്ഞാമദ്, DMK മുഹമ്മദ് അബ്ദുൽ കരീം, മുഹമ്മദ് അസനഭയൽ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരണ യോഗം വെള്ളിയാഴ്ച നടക്കും. പവൽ ഷോക്ക് ബോയ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള അന്തർ സംസ്ഥാന ഫുട്ബോൾ ഫെസ്റ്റ് 21-22 തീയതികളിൽ നടക്കും. 1.5 ലക്ഷം രൂപയാണ് 1ാം സ്ഥാനക്കാർക്ക് സമ്മാനമായി ലഭിക്കുക. ചെങ്കള പഞ്ചായത്ത് MSFന്റെ ആഭിമുഖ്യത്തിലുള്ള ശുക്കൂർ അനുസ്മരണം വെള്ളിയാഴ്ച നടക്കും. രാത്രി 8 മണിക്ക് ചെർക്കള ലീഗ് ഓഫീസിലായിരിക്കും പരിപാടി. കൊലക്കേസ് പ്രതിക്ക് കാപ്പ ചുമത്തി. പൈവളികെ അംബികാനത്തെ റയീസിനാണ് കാപ്പ ചുമത്തിയത്. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് അംഗൻവാടി കെട്ടിടോദ്ഘാടനം നാടിന് ഉത്സവമായി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വികേന്ദ്രീകൃത ആസൂത്രണം പദ്ധതി പ്രകാരമാണ് അംഗൻവാടി കെട്ടിടം അനുവദിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മേലാങ്കോട്ട് അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു ജനപ്രതിനിധി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു നാടിലുള്ള ക്ലബ്ബുകളും അതുപോലെ സന്നദ്ധ സംഘടനകളും അവിടെയുള്ള നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ എങ്ങനെ ഒരു വികസനം ഉദ്ദേശിക്കുന്നുവോ ആ രീതിയിലുള്ള ഒരു വികസനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സാവിത്രിയമ്മ, സരളാമ്മ, വാസു മാസ്റ്റർ എന്നിവരെ നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി ആദരിച്ചു.
എൽ സുലൈഖ, സി ജാനകിക്കുട്ടി, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ടി അരവിന്ദൻ, സാവിത്രിക്കുട്ടി, പി ബാബു, ടി വിനോദ് കുമാർ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ പി ലീല സ്വാഗതവും രാജേശ്വരി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ബേളൂരിലെ ഭക്ഷ്യവിഷബാധ, ആശുപത്രിയിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കുന്നു. കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. കരുത്തുവിളിച്ചോതി തൊഴിലാളി റാലി. ക്ഷേത്ര കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് മുസ്ലിം യുവജന സംഘടനയുടെ വരവേൽപ്പ്. കെട്ടുംകൽ അലാമ നഗറിൽ തെളിഞ്ഞത് മതസൗഹാർദ്ദത്തിന്റെ മനോഹര ചിത്രം. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങി സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.